അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്ന സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് കൂടുതലും എന്താ പറയുക, ഇതിൽ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ആ ഒരു പേഴ്സൺ, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ആ ഒരു പേഴ്സൺ വളരെയധികം സങ്കടപ്പെട്ടിട്ട് അല്ലെങ്കിൽ വളരെയധികം ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അറ്റ് എ ടൈം എന്താ പറയുക, ആള് ഒരുപാട് ഹാർഡ് വർക്കും ചെയ്യുന്നുണ്ട്. ഒരുപാട് ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളവരായിട്ടും ഒരുപാട് കാണുന്നുണ്ട്. ഫിനാൻസ് പരമായിട്ട് ഒന്നൊരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും ഒരുപാട് ഫീലിങ്സ് നിങ്ങളോട് വരുന്നുണ്ട്. കാരണം എന്തൊക്കെ തന്നെയായാലും ആ ഒരു പേഴ്സൺ വളരെയധികം ദുഃഖിച്ചു തന്നെയാണ് നിൽക്കുന്നത്. ആള് വളരെയധികം ട്രൈ ചെയ്യുന്നുണ്ട്. ആളുടെ ഫിനാൻഷ്യലി ഉള്ളൊരു സെറ്റപ്പുകളെല്ലാം ഒന്ന് റെഡിയാക്കാനായിട്ട് വളരെയധികം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ടൈമിൽ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലും ആൾക്ക് ഒരുപാട് വരുന്നുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാലായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളെന്ന് പറഞ്ഞാലും നിങ്ങൾക്കും ഒരുപാട് വിഷമങ്ങളുള്ളൊരു സമയമായിട്ടാണ് ഇപ്പോൾ കൂടുതലായിട്ടും തോന്നിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്തായാലും ഒരു റീയൂണിയൻ ആയിട്ട് വരുന്നുണ്ട് എന്നതാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ആൻഡ് 2 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. പോസിറ്റീവ് കാർഡ്സ് ആണ്. നിങ്ങൾക്ക് ഇതിനുള്ളൊരു റീയൂണിയൻ എന്തായാലും പോസിബിൾ ആണ് എന്ന് തന്നെയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു പേഴ്സണ് ഒരുപാട് നല്ല നല്ല ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ടുകളിലാണെങ്കിൽ പോലും നിങ്ങളുടെ ഒരുപാട് വിഷമഘട്ടങ്ങളിൽ കൂടിയാണ് ആ ഒരു പേഴ്സൺ കടന്നു പോകുന്നതാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും ഇടയ്ക്കൊന്നൊരു ചിരി അല്ലെങ്കിൽ ഇടയ്ക്കൊന്നൊരു ആശ്വാസം ഉണ്ടാവുന്നത് നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ്. നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന പണ്ടത്തെ ഓരോ കാര്യങ്ങളും മുഹൂർത്തങ്ങളൊക്കെ ആലോചിക്കുമ്പോഴാണ് ഒരു പേഴ്സണ് എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടാവുന്നു എന്നതാണ് എനിക്കിവിടെ കൂടുതലും കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളെന്ന് പറഞ്ഞാൽ തന്നെ ഇത് ഒരിക്കലും നിങ്ങൾ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല ഈ ഒരു കാര്യത്തെ. നിങ്ങളും വളരെയധികം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് എനിക്കിവിടെ തോന്നുന്നത്. ഭയങ്കരമായിട്ട് ഹോൾഡിങ് ഒരു പവർ അല്ലെങ്കിൽ ഹോൾഡിങ് മെൻറ്റാലിറ്റി ഉള്ളൊരു വ്യക്തി. കാരണം നിങ്ങൾ ഒരിക്കലും വിട്ടുകൊടുക്കുന്നില്ല. നിങ്ങൾ ഒരുപാട് ഈ ഒരു പേഴ്സണെ തന്നെ ചിന്തിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആവാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കില്ല. കരിയർ വൈസ് ആണെങ്കിലും ഫാമിലി വൈസ് ആണെങ്കിലും ഫാമിലിയിലുള്ളവരോട് പോലും നിങ്ങൾക്ക് കറക്റ്റായിട്ടൊന്ന് മിങ്കിൾ ആവാനായിട്ട് സാധിക്കുന്നില്ലാത്തൊരവസ്ഥയാണ് നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് മെയിനായിട്ട് പറയാനായിട്ട് പറ്റുന്നത്. പിന്നെ ഒരുപാട് വാക്ക് തർക്കങ്ങൾ അല്ലെങ്കിൽ ഭയങ്കര മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അതിലിപ്പോൾ നിങ്ങളാണെങ്കിലും ആ ഒരു പേഴ്സൺ ആണെങ്കിലും അതിൽ റിഗ്രറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് നിങ്ങൾ പിരിയുന്ന ആ ഒരു ടൈമിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വാക്ക് തർക്കങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആൾക്ക് ഇപ്പോൾ കരിയർ വൈസ് വളരെയധികം ബുദ്ധിമുട്ടിലായിട്ടാണ്, ഒരു സിറ്റുവേഷനിലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. കാരണം കരിയർ വൈസ് ആൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഭയങ്കരമായിട്ടൊരു ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ആൾക്കതിൻ്റെ ഒരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ അച്ചീവ്മെന്റ് കിട്ടുന്നുണ്ടായിരിക്കില്ല. ആ ഒരു ലെവലിൽ ആൾക്ക് അങ്ങോട്ട് എത്താനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കില്ല. അതിൻ്റെ വിഷമങ്ങളും ഒരുപാടുണ്ട്. ആ ഒരു ടെൻഷൻ്റെ വിഷമത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ഹാപ്പിനെസ്, എന്തെങ്കിലും ഒരു സന്തോഷം അത് നിങ്ങൾ മാത്രമായിരുന്നു എന്നാണ് എനിക്ക് കൂടുതലായിട്ടും ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. മാത്രമല്ല നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ പിന്നാലെ തന്നെ ഇപ്പോഴും മനസ്സുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേറെ പല കാര്യങ്ങളുണ്ടാവും ചെയ്തു തീർക്കാനായിട്ട്. ഫാമിലി പരമായിട്ടും കരിയർ വൈസ് ആണെങ്കിലും ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾ അതൊക്കെ പെൻഡിങ്ങിൽ വെച്ചിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് എനിക്ക് കാണുന്നത്. പക്ഷെ നിങ്ങൾ ഒട്ടും ആ ഒരു കാര്യത്തിലൊന്നും ഫോക്കസ്ഡ് അല്ല. നിങ്ങൾ എന്താ പറയുക, ഈ ഒരു കാര്യത്തിലേക്ക് മാത്രമാണ് ഫോക്കസ്ഡ് ആയിട്ട് കാണുന്നത്. ഒട്ടും നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. എവിടെ ചെന്നാലും ആ ഒരു പേഴ്സണെ കുറിച്ചുള്ള തോട്ട്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ ഫാമിലിയുടെ കൂടെ ഇരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ പുറത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ പോണ ഒരു ടൈമിലാണെങ്കിലും നിങ്ങൾക്കൊട്ടും സന്തോഷകരമായിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഞാനിവിടെ കാണുന്നില്ല. ചില പ്രേക്ഷകർക്ക് എന്താ പറയുക, ഇപ്പോഴും കോൺവെർസേഷൻ ഒന്നും റെഡി ആയിട്ട് വരാനായിട്ട് എന്താ പറയുക, ഒരു മാനസികാവസ്ഥയിലായിട്ടില്ല എന്നതാണ് കാണിക്കുന്നത്. ഇപ്പോഴും ആ പറഞ്ഞ വാക്കുകളിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന ഒരുപാട് പേരെ ഞാനിവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ എങ്കിലും ഇങ്ങനെ സംസാരിച്ചല്ലോ, എത്ര മനസ്സ് തോന്നിയിട്ടുണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംസാരിച്ചതെന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോഴും എന്താ പറയുക, ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് ആയിട്ടാണ് കാണുന്നത്. വളരെയധികം ഹേർട്ടായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉള്ളതായിട്ട് കാണുന്നു.
പിന്നെ ഈ ഒരു പേഴ്സൺ ഫ്രണ്ട്സ് ആയിട്ട് മൂവിങ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല എന്നതാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ഈ ഒരു കാര്യത്തിൽ നിന്നും ഒക്കെ മറക്കാൻ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഒറ്റയ്ക്ക് വന്ന് റൂമിലിരിക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ടൈമിലോ ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ ഫിനാൻഷ്യലി ഉള്ള ഒരു ബുദ്ധിമുട്ടുകളിലും ഹാർഡ് വർക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും എന്തെങ്കിലും ഒരു പ്രോഫിറ്റബിലിറ്റിയോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന പ്രേക്ഷകർ ഇവിടെ ഉണ്ടായിരിക്കാം. വർക്കിലാണെങ്കിലും ഒരു പ്രൊമോഷൻ കാര്യങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. അതിലൊക്കെ എന്താ പറയുക, ഒരുപാട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണെങ്കിലൊക്കെ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്ത. അതിൽ നിന്നും മായാനായിട്ട് ആൾക്ക് എത്രയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും ആൾക്ക് നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് എന്താ പറയുക, ഈ ഒരു പേഴ്സൺ നിങ്ങളെ മറക്കാൻ വേണ്ടിയിട്ട് പോലും നിങ്ങളെ ആളുടെ പഴയ ഫ്രണ്ട്സിനൊക്കെ വിളിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് സംസാരിച്ച് മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് ശ്രമങ്ങൾ അവിടെ ആ ഭാഗത്ത് നിന്ന് നന്നായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സോൾമേറ്റ്സ്. അപ്പോൾ സോൾ കണക്ഷൻ ആണ് എന്താ പറയുക, ഒരുപാട് ഈ റീഡിങ് കാണുന്ന പ്രേക്ഷകർക്ക് ഒട്ടുമിക്ക പേർക്കും ഇതൊരു 60 to 70% ആൾക്കാർക്ക് ഇതൊരു സോൾമേറ്റ്സ് കണക്ഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഒരു പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ഉണ്ട് ഈ ഒരു വ്യക്തിയുമായിട്ട്. ഈ ഒരു ജന്മം ഇങ്ങനെ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തു കൊള്ളാം, അല്ലെങ്കിൽ ഇനിയും കുറേ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. അവിടെ ഒരു റിയൂണിയൻ എന്തായാലും വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പല പ്രേക്ഷകർക്കും ചില പ്രേക്ഷകർക്ക് കുറച്ച് എന്താ പറയുക, വേറെ സൈഡിൽ നിന്നൊരു റൊമാൻസ് പ്രപ്പോസൽസ് കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ പേഴ്സൺ, കാരണം ഫീലിങ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അല്ലെങ്കിൽ ആ പേഴ്സണിൻ്റെയും മാറി മറിഞ്ഞ് വരാം. ആ പേഴ്സൺ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം. ചില പ്രേക്ഷകർക്ക് കുറച്ച് ലവ് പ്രപ്പോസൽസ് വേറെ രീതിയിലൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളാണെങ്കിലും അവരാണെങ്കിലും അത് മൈൻഡ് ചെയ്യാത്ത അവസ്ഥയാണ് കൂടുതലും ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഭയങ്കരമായി റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്കാണെങ്കിലും തോട്ട്സിൽ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആവുന്നതായിട്ടാണ് കാണുന്നത്. ശ്വാസം മുട്ടിക്കാന്നൊക്കെ പറയില്ല, ആ ഒരു അവസ്ഥയിലാണ് ആ റിലേഷൻഷിപ്പിലെ മെമ്മറീസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് രണ്ടുപേരെ. ഒന്നില്ലെങ്കിൽ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു റിയൂണിയൻ ആയിട്ട് സംഭവിക്കാനുണ്ട്. കാരണം ഇതിൽ അഗെയിൻ നിങ്ങൾക്കൊരു ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ റിയൂണിയൻ ഉണ്ടാവുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടെന്നാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ പലർക്കും ഒരു സ്പിരിച്വൽ ജേർണി ആയിരിക്കാം, സ്പിരിച്വൽ ഗ്രോത്ത് ആയിരിക്കാം, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാനായിട്ടുണ്ട്. അത് നിങ്ങളിൽ ഇനിയും വന്നിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇതൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ റിലേഷൻഷിപ്പിൽ എന്താ പറയുക, പലതും ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ട് ഇവിടെ കുറേ പേരുടെ എനർജീസ് ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാതെ പല കാര്യങ്ങളും, റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒന്നും അങ്ങോട്ടും വേണ്ടുന്ന കാര്യങ്ങൾ ഹൈഡ് ചെയ്തോളൂ, പക്ഷെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈഡ് ചെയ്തിട്ടൊരു ഹൈഡ് ആൻഡ് സീക്ക് കളിക്കരുത് ഒരിക്കലും. റിലേഷൻഷിപ്പിൽ സത്യസന്ധമായിട്ട് തന്നെ അവരാണെങ്കിലും നിങ്ങളാണെങ്കിലും നിൽക്കുക എന്നതാണ് ഇവിടെ പറയാനുള്ളത്. എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയാം.